ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതാണ് ബീഫ് റോസ്റ്റ്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 kg ബീഫ് കഴുകി മാറ്റിവെച്ചത്. ഇതിലേക്ക് വേണ്ട മസാലകൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 10 ചെറിയുള്ളി, 1 മീഡിയം സൈസ് സവാള, 1 തക്കാളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് 8 വിസിൽ വരുന്ന വരെ വേവിക്കുക. വേവിച്ചു കഴിഞ്ഞ ബീഫ് കുക്കറിൽ നിന്നും മാറ്റിവെക്കുക. ബീഫ് വേവിച്ച കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും, അത് മാറ്റിവെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും സവോളയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റുക. തക്കാളിയും സവോളയും വഴന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. വേവിച്ച് മാറ്റിവെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം ബീഫ് വേവിച്ച് മാറ്റിവെച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുക.
ഇതിലേക്ക് ചതച്ചു വെച്ച കുരുമുളക് പൊടി ചേർക്കുക. ചില്ലി ഫ്ലേക്സും ചേർത്തിളക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ചേർത്ത് ബീഫ് റോസ്റ്റ് ഇറക്കി വയ്ക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് തയ്യാർ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.